ഓപ്പൺ ചെയ്യാൻ ഇതെന്നാ ചേച്ചി ഇതെന്നാ സാധനം എന്ന് പറ. ഇതെന്തോ ചേച്ചി, ഇത് ലൈറ്റ് ആണോ? എനിക്ക് അറിയില്ല, നോക്കട്ടെ. ജസ്റ്റ് ഇവൻ വേറെ ബെഡ്റൂമിൽ കിടക്കാൻ വേണ്ടി വാങ്ങിച്ചാണോ? ഇവന്റെ ബെഡ്റൂമിലോട്ട് വാങ്ങിച്ചാണോ ജസ്റ്റ്? അത് മിക്കവാറും അത് കണ്ടോണ്ട് നമുക്ക് കിടക്കണ്ടേ. നടുക്ക് ഇവരെന്തായാലും മാറി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ നമ്പരും കൊണ്ടൊക്കെ അപ്പം വന്നേക്കുക. എടേ, നിന്റെ കല്യാണത്തിന്റെ തലേദിവസമെങ്കിലും നീ മാറുവോടെ? ജേഡു, നിന്റെ മാരേജിന്റെ നെക്സ്റ്റ് ഡേ എങ്കിലും നീ മാറുവോ? അന്ന് മാറുമായിരിക്കും അല്ലേ? എന്റെ പൊന്നെ മെടുക്കോ പ്രൊജക്ഷൻ സാധനമൊന്ന് അപ്പേ ഇതെന്തോ സാധനം എന്തോ വന്ന് നോക്കട്ടെ. ആദ്യം ആ റൂമിലുള്ള കണ്ടടച്ചാണ്ടി സാധനം. എന്റെ പൊന്നെ ജസ്റ്റ് ഇതെന്തോ കൊള്ളാലോ. ജസ്റ്റ് സത്യം പ്രതി ക്യാമറയല്ലേ? വാ, ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? വാ, ഇതല്ലേ തന്നെ ഈ ചെറുക്കന് ഉറക്കമില്ല. ഇനി ഇത് കണ്ടോണ്ട് ചേട്ടൻ ഇന്നോട്ട് ചേട്ടൻ നെക്സ്റ്റ് ബെഡ്റൂം ഇത് ജസ്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണോ? എവിടെ നിന്ന് വാങ്ങിച്ചത്? നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണേ. കൊച്ചിനേക്കാളും കഷ്ടമാണ് ജസ്റ്റ്. ഓരോന്ന് കണ്ട് കൊച്ചിനാന്നും പറഞ്ഞ് വാങ്ങിക്കും. അല്ലാതെ തന്നെ ആ കൊച്ചിനും എനിക്കും ഉറക്കമില്ല. ഇനി ഉള്ള ഉറക്കം കൂടെ പോയി കിട്ടി. ഇനി ഇതും കണ്ടുകൊണ്ട് കിടക്കാമല്ലോ. ഇതിനിട്ട് ഓഫ് ചെയ്യാൻ ആ കൊച്ചിട്ട് സമ്മതിക്കുകയില്ല. ഓരോ പണി വരുന്ന വഴികളെ. സ്കൈ ദാസനും വിജയനും കിടക്കുന്നല്ലോ എന്നോട് കിടക്കും ഓരോന്നും സെറ്റും ചെയ്തിട്ട്. ഇത് ഈ പിള്ളേരുടെ ഒക്കെ റൂമിൽ സെറ്റ് ചെയ്യാവുന്നൊരു ബെഡ്റൂം ലൈറ്റ് ആണേ. നല്ല രസമാണ് രാത്രിയിൽ. ഇതാകുമ്പോൾ പിള്ളേർ ഇതും കണ്ടിടന്ന് ഉറങ്ങിക്കോളും. അത് കൊച്ചാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നാണമില്ല. അങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്ത പലതും കാണും. എന്ന് ഈ പ്രായത്തില് ബെഡ്റൂമിൽ കൊണ്ട് ഇങ്ങനെ ലൈറ്റ് ഫിറ്റ് ആകാശത്ത് മിണ്ടാവേ. ഒരപ്പനും ഉണ്ട്, ഒരു മോനും ഉണ്ട്. പിള്ളേരാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇമാതിരി സാധനങ്ങളും ലൈറ്റും ഒക്കെ ഇഷ്ടമാണ്. ആ മുട്ടക്കാട്ടൻ എന്തിനാ സോക്കേടാന്ന് എനിക്കറിയാൻ മേല. കൊച്ചിനേക്കാളും കഷ്ടമാണ്. ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവോ? സൂപ്പർ. വാവ്, കൊള്ളാല്ലേ? സൂപ്പർ. നമ്മള് കുഞ്ഞായിരുന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നല്ലേ? അപ്പയും അമ്മയും എങ്ങായിരുന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ഐ മീൻ നോട്ട് യങ്, അവർ ചൈൽഡ് ഡ്യൂറിങ് അവർ ചൈൽഡ്ഹുഡ് we don't have this kind of things. ഉണ്ടായിരുന്നു ഒറിജിനൽ വൺ. നമ്മള് കുഞ്ഞായിരുന്നപ്പോ ചീവിടിന്റെ കാർച്ച, മാക്രിയുടെ പ്രോങ് അല്ലേ? മാക്രിയുടെ പോക്കറ കാരച്ച. പട്ടിക്കാട്ടിലുള്ള വീടുകളിലൊക്കെയാണ് വരുന്നത്. ശരിയാ, പള്ളിക്കത്തോട്ട് പട്ടണത്തിന്ന്. പട്ടിക്കാട് അവിടെ മനീഷ ചുമ്മാ പട്ടിക്കാടിനെ പറഞ്ഞോണ്ട്. എന്റെ വീട് പട്ടിക്കാട്ടിലൊന്നും അല്ല. എന്നാലും എന്റെ വീട് പട്ടിക്കാടാണ്. അയ്യോ, അവിടെ അമ്മയുടെയോ? You know what is the meaning of പട്ടിക്കാട്? What is that? I don't know. എന്നാ പിന്നെ മിണ്ടരുതേ. ആക്ച്വലി നിന്റെ വീട് പട്ടിക്കാടാണ്.